ഇത് ഈ വിഷയം ഇപ്പൊ ചേട്ടൻ പറഞ്ഞ വിഷയം, അപ്പൊ ഈ വിഷയം നമുക്കൊക്കെ കൺസേണിങ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഈ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ, കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടി എക്സ്പോസ്ഡ് ആവുന്ന കുറെ സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു ഈ വോക്കിസം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതൊരു വൈറസാണ്. ഇത് ഇങ്ങനത്തെ കുറെ മീഡിയകളിലൂടെയാണ് കയറുന്നത്. ഇതിൽ വേറൊരു കോമഡി ഉണ്ട്, അതും കൂടി പറയാം. അതായത് നമ്മുടെ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനുണ്ട്. അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ സലഫിസ്റ്റ് ഗ്രൂപ്പും ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് നമ്മുടെ കുടുംബത്തിൽ ഡോമിനന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ പുള്ളിക്കാർ ദിവസം വന്നിട്ട് പറയാണ് ടി വി ഒക്കെ റദ്ദാക്കണം, ടി വി ഹറാമാണ്. അപ്പോൾ ടി വി ഹറാമാണ്, റേഡിയോ ഹറാമാണ്, അപ്പൊ മൊബൈലും ഹറാമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താണ് സംഭവം? അപ്പോൾ മൂപ്പർ പറയണം ഏതൊരു പിന്നെ ഖുറാനിലോ ഹദീസിലോ ഉണ്ട് ഇത്ര, ഈ ഇബിലീസ് നമ്മുടെ സാത്താൻ, ഇയാള് ഞരമ്പിന്റെ സിരകളിലൂടെയാണ് നമ്മുടെ ഉള്ളിലോട്ട് എത്തിയിട്ട് നമ്മളെ പോലെ. ആ അപ്പൊ ടി വിയിലൊക്കെ ഈ ഇലക്ട്രിസിറ്റി വരുന്നത് ഈ ഞരമ്പ് പോലത്തെ വയറുകളിലൂടെ ആണല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പിശാചിന്റെ യന്ത്രമാണെന്നാണ് മൂപ്പര് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഈ വോക്കിസത്തിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈറസ് കയറിപ്പെടുകയാണ്. അപ്പൊ ഇതില് ആരിഫായി പറഞ്ഞ പോലെ തന്നെ ജോക്സ് സൈഡ് ഇത് രണ്ട് വശങ്ങളുണ്ട്. ഒരു ഭാഗത്ത് കൂടി റാഡിക്കലൈസ്ഡ് ആവും ചെയ്യും, മറുഭാഗത്ത് കൂടി ഡീറാഡിക്കലൈസേഷൻ നടക്കുകയും ചെയ്യും. അവിടെയാണ് ആരിഫായി പറഞ്ഞൊരു സംഭവം ഞാനൊരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് പറയാണ്, ഡീസെൻസിറ്റൈസേഷൻ. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ മറുവശങ്ങളായിട്ട് അവിടെ മറുവശങ്ങളും ഉണ്ട്. മറുവശങ്ങൾ പറയുമ്പോൾ വയലന്റ് ആവാത്ത രീതിയിൽ, അതും കൂടി കേട്ടിരിക്കാത്ത രീതിയിലുള്ള ഒരു ഡീസെൻസിറ്റൈസേഷൻ അവിടെ നടക്കണം. പിന്നുള്ള ഡിസെൻഗേജ്മെന്റ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ പ്രൊവോക്ഡ് ആവാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി പുള്ളിക്കാരന് വരണം, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് വരണം. മൂന്നാമത്തെ കാര്യമാണ് ഡീറാഡിക്കലൈസേഷൻ. എനിക്ക് തോന്നുന്നില്ല ഒറ്റയടിക്ക് ഡീറാഡിക്കലൈസേഷൻ നടക്കുന്നു. അത് തീവ്രവാദികളുടെ കേസിലാണെങ്കിലും ബോക്സേഴ്സിന്റെ കേസിലാണെങ്കിലും ഫസ്റ്റ് ഡീസെൻസിറ്റൈസേഷൻ നടക്കണം. രണ്ടാമതാണ് ഡിസെൻഗേജ്മെന്റ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡീറാഡിക്കലൈസേഷൻ. അപ്പൊ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള സാധനത്തിനോട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 സ്റ്റെപ്പ് സാധനം മുന്നോട്ട് വെക്കേണ്ടി വരും. ഞാനിതിൽ ഇപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാക്ടിക്കലി ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു തിയറിയാണിത്. ഇത് വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കണം. പിന്നെ ഇങ്ങനത്തെ ഈ വോക്കിസത്തിന്റെ ഒരു ഇനീഷ്യേഷൻ അതെങ്ങനെയാണെന്ന് ഒരു ബെഞ്ചമിൻ കെയ്ൻ എന്ന് പറയുന്ന ഒരാളുടെ എഴുത്തുകൾ ഞാൻ വായിക്കാറുണ്ട്. മീഡിയം എന്ന് പറയുന്ന ചാനലിൽ പുള്ളിക്കാരൻ നല്ലതായിട്ട് എഴുതുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ഒരു ജൂതനാണ് ബേസിക്കലി ബർത്ത് റൈറ്റ്. പക്ഷെ പുള്ളിക്കാരൻ എത്തയിസ്റ്റ് ആണ്, സെൽഫ് പ്രൊക്ലൈൻഡ് എത്തയിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു ഫിലോസഫിയിൽ PhD എടുത്ത ഒരാളും കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ വോക്കിസം എന്തുകൊണ്ട് വളർന്നു വരുന്നു. അതായത് ഈ വോക്കിസം അത് പല രീതികളുണ്ട്, പല പേരുകൾ വെച്ച് നമ്മളതിനെ വിളിക്കുന്നുണ്ട്. പിന്നെ കൈപ്പള്ളി നിയമാർസിസം എന്ന് വിളിക്കുന്നു, ആരിഫ് ഭായ് വേറെ ലെഫ്റ്റിസ്റ്റ് സംഭവങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നത് പോസ്റ്റ് മോഡേൺ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ പറയുന്നുണ്ട്. അത് അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അപ്പൊ ഇതിനുള്ള കാരണങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് സോഷ്യൽ മീഡിയ സിലോസ് ഒന്നാമത്തെ കാര്യം. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈബ്രറി പോകുമ്പോൾ ഈ ഇപ്പൊ ആരിഫായി പറഞ്ഞ പോലെ, ശിവേട്ടൻ പറഞ്ഞ പോലെ ലൈബ്രറി പോകുമ്പോൾ ഇങ്ങനത്തെ കുറെ പുസ്തകങ്ങൾ, മാതൃഭൂമി മാത്രമല്ല ഉള്ളത് അവിടെ, ദേശാഭിമാനം മാത്രമല്ല ഉള്ളത്, മാധ്യമമുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ചന്ദ്രിക ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ പുസ്തകങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സിലോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. മറിച്ച് ഈ സോഷ്യൽ മീഡിയകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ സിലോസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ അങ്ങനത്തെ മെസ്സേജുകൾ മാത്രം വരുന്നു. ഇപ്പൊ ലെഫ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയും യൂറോപ്പിൽ തന്നെയാണ് പ്രശ്നം. ഇന്ത്യയിൽ പിന്നെ ഇതിനൊരു ഒരു കൗണ്ടർ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ യൂറോപ്പിലെ അവസ്ഥയും ഇത് തന്നെയാണ്, പരിതാപകരമാണ്. പോളണ്ട്, ഹംഗറി, സക്കിയ, സ്ലോവാക്യ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ അവസ്ഥ ഇതാണ്. ഈ ഒരു കൗണ്ടർ മൂവ്മെന്റ് സ്ട്രെങ്തൻ ആവണമെന്നില്ല. ഈ റൈറ്റിൽ നിന്ന് വരുന്ന കൗണ്ടർ മൂവ്മെന്റ് അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് വരുന്ന കൗണ്ടർ മൂവ്മെന്റ്, ലെഫ്റ്റിൽ നിന്നുള്ള മൂവ്മെന്റ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം. അപ്പൊ ഈ സോഷ്യൽ മീഡിയ സിലോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ സിലോസ് വരുമ്പോൾ മറ്റൊടത്തുനിന്ന് വരുന്ന ന്യൂസുകളും പിന്നെ ഈ പക്ഷപാതമില്ലാതെ ഫേവറിറ്റിസം കാണിക്കാതെ വരുന്ന ന്യൂസുകളും ഇവർ വായിക്കുന്നില്ല, കേൾക്കുന്നില്ല, കാണുന്നില്ല. ആ സിലോസിൽ മാത്രമായിട്ട് ഒതുക്കപ്പെടുകയാണ്. ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും അങ്ങനത്തെ ഗ്രൂപ്പുകൾ മാത്രം, ഫേസ്ബുക്ക് അങ്ങനത്തെ ഗ്രൂപ്പുകൾ മാത്രം. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം കൺസ്യൂമറിസ്റ്റ് ഇൻഫാന്റലൈസേഷൻ. അത് പൊതുവെ ആരും ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്, നമ്മളത് മുന്നോട്ട് എടുത്തു വെക്കുകയാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പുസ്തകങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈബ്രറി പോകണം. ലൈബ്രറി പുസ്തകങ്ങളാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ മൊബൈലുകൾ പോലെ നമ്മൾ അടുത്തോട്ട് വരുന്നൊരു സംഭവമല്ല, നമ്മൾ അങ്ങോട്ട് പോയി കണ്ടെത്തണം. ആ അങ്ങോട്ട് പോയി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അറിവിന് വേണ്ടിയുള്ള ത്വര വേണം, ഒരു സ്പാർക്ക് വേണം. അത് ഈ അങ്ങനത്തെ അതില്ലാത്ത ആൾക്കാർക്ക് അത് കണ്ടെത്തണം തോന്നലില്ല. അവരങ്ങനെ ഒരു ഇഗ്നോറന്റ് ബ്ലിസ്സിൽ അങ്ങനെ ജീവിച്ചു പോയിക്കോളും.
ഈ ഇന്നത്തെ കാലത്തുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അറിവിന്റെ നേടണം എന്നുള്ള ത്വര ഇല്ലാത്ത ആൾക്കാർക്ക് വരെ അറിവ് വിരൽത്തുമ്പിലുണ്ട്. അപ്പൊ അവരിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വെക്കുമ്പോൾ കുറെ പേര് അതിന് വേണ്ടിയിട്ട് ഫെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നു, കുറെ പേര് ഇൻഫ്ലുവൻസിങ് വേണ്ടി ഉപയോഗിക്കുന്നു, കുറെ പേര് അവരുടെ ബിസിനസ് ടെൻഡൻസീസ് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു ഇൻഫാന്റലൈസേഷൻ നടക്കുകയാണ്. അതായത് പിന്നെ വിരൽത്തുമ്പിൽ ഇൻഫർമേഷൻ വരുമ്പോൾ അതിനു വേണ്ടി പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഹാർഡ് വർക്ക് അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ദേ ഡു നോട്ട്, ദേ ആർ കൈൻഡ് ഓഫ് പ്രിവിലേജ്ഡ് കമ്പയർഡ് ടു ദി ബൂമർ ജനറേഷൻ. അവിടെ ഒരു സംഭവമുണ്ട്. അതായത് ഈ ആ ഒരു പ്രിവിലേജ് ഉണ്ട് അവർക്ക് പണ്ടത്തെ ആൾക്കാർ അധ്വാനിച്ച പോലെ അറിവിന് വേണ്ടി അധ്വാനിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അറിവുകളുടെ ഒരു സംഭവം, അറിവുകളുടെ ഒരു മാസ് വേവ് വരുമ്പോൾ ഇതിന് എന്ത് ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണ്ട എന്നുള്ള വിസ്ഡം അവർക്കില്ല, എന്നുള്ള ഒരു വൈസ് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി അവർക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടി കൺസ്യൂം ചെയ്യും. അപ്പൊ അതിൽ കൂടുതൽ ലെഫ്റ്റിന്റെ അജണ്ട ആയതുകൊണ്ട് അവർക്ക് വേറൊരു സംഭവത്തിലോട്ട് പോകാനുള്ള ഒരു സംഭവം വരുന്നില്ല. അവിടെ ഒരു മെജോറിറ്റേറിയൻ ഐഡിയ വർക്ക്ഔട്ട് ചെയ്യാണ്. ലെഫ്റ്റ് മെജോറിറ്റേറിയൻ മീഡിയ ആയതുകൊണ്ട് അത് മാത്രമാണ് അധികം വരുന്നത്, മറ്റേതപ്പോൾ ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഒരു കൺസ്യൂമറിസ്റ്റ് ഇൻഫാന്റലൈസേഷൻ. അതായത് ഇതിൽ മാത്രമല്ല, ഇപ്പൊ ഏതൊരു കാര്യം എടുത്ത് നോക്കിക്കോ, നമ്മൾ ലാപ്ടോപ്പ് ഇപ്പോൾ ഫ്രീലി അവൈലബിൾ, ഇന്റർനെറ്റ് ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ അറിവിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഈ ഇഗ്നോറന്റ് ബ്ലിസ് മാറിയിട്ട് ഒരു ഇഗ്നോറാമസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായി വരികയാണ്. ഇവരെയാണ് നമ്മൾ ഈ പിന്നെ അറിവില്ലായ്മ അല്ലെങ്കിൽ അല്പറിവിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അല്പറിവ് ഒരു പൂമാലായിട്ട് കൊണ്ട് നടക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇഗ്നോറാമസ്.